ഹലോ, വെൽക്കം ടു ബെറ്റ്സീസ് വ്ലോഗ്. ഇന്നെന്താ ഈ റോഡൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ? ഇന്നെന്നാണെന്നറിയാമോ? ഇന്ന് ഞങ്ങളുടെ 10th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 10th വെഡ്ഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ കുട്ടൂസിൻ്റെ 9th ബർത്ത്ഡേ. അപ്പം അതൊന്ന് ആഘോഷിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു 8 മണി വരെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. കണ്ടോ, പിള്ളേരെല്ലാം ഹാപ്പിയാണ്. അവർക്കിങ്ങനെ പുറത്ത് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടും കൂടി ഇപ്പം വെൽക്കം ടു ബെറ്റ്സീസ് വ്ലോഗ്സ് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഡ്രൈവ് ചെയ്ത് ഒരു ഹോട്ടലിൽ പോവുക. കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഈ റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. ഏതാണെന്ന് അറിയാവോ? ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. കുറേ നാളായിട്ട് ഷെഫ് പിള്ള ഇവിടെ കുവൈറ്റിൽ ഓപ്പൺ ആക്കിയ പിന്നെ പോകണം എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും, ഇത് ഇവിടെ ഓപ്പൺ ആക്കിയ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ സമയം കിട്ടി. ഇതൊരവസരമായിട്ട് ഞങ്ങളങ്ങനെ ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. കുവൈറ്റിലെ ഇങ്ങനെ നൈറ്റ് ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. ഇതാണ് അതിൻ്റെ ഇൻസൈഡ്. ഇവിടെ ഒന്നുണ്ട് ഇങ്ങനെ പിള്ളേരെല്ലാം ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. ഫുഡ് ഓർഡർ കൊടുത്തിട്ട് ഈ വെയിറ്റിംഗ് ആണ് ഏറ്റവും വലിയൊരു പണി കേട്ടോ. ഇവരെ ഒന്ന് അടക്കിയിരുത്താൻ. അവിടെ ഇരിക്കുന്ന സ്പൂണും ഫോർക്കും എല്ലാം എടുത്ത് കളി തുടങ്ങും. ഒരാൾ അങ്ങോട്ട് പോയി നിൽക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് ഓടും. ആ ഫുഡ് വരുന്നിടം വരെ ഇവരെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഇച്ചിരി പാടാണ് കേട്ടോ. അവിടെ കണ്ടോ, ഷെഫ് പിള്ളയുടെ ആ ഒരു ക്ലോക്കിനകത്ത് ഷെഫ് പിള്ള എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ കഴിച്ച ഫുഡ്. ഇത് ഇഞ്ചിപ്പുളി ചിക്കൻ, ഇത് ലെമൺ പ്രോൺസ് ഫ്രൈ, അങ്ങനെ അതും ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഷെഫ് പിള്ള നിർവാണ, നെയ്മീൻ നിർവാണ. പിന്നെ ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി, പിള്ളേർക്ക് ബിരിയാണി മതിയായിരുന്നു, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി. പിന്നെ ഒരു കിഴിപ്പൊറോട്ട. അങ്ങനെ ഇതൊക്കെയാണ് അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ അവിടെ ഫുഡെല്ലാം കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളപ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അപ്പോഴത്തേക്ക് 12 o'clock ആയി കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ച് ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ, എത്രയും നാളും മോൻ്റെ ബർത്ത്ഡേ ഉള്ളതുകൊണ്ട് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കട്ട് ചെയ്യാറുള്ളത്. ഞങ്ങളോർത്ത് ഈ പ്രാവശ്യം 10th ആനിവേഴ്സറി അല്ലേ, ഞങ്ങളും കൂടെ കേക്ക് കട്ട് ചെയ്തേക്കാവുന്നു. അങ്ങനെ ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ഹണി ഹൈവ് കേക്ക് വാങ്ങിച്ചു. ഹണി ഹൈവ് കോഫി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ആ കോഫി കേക്ക്. അങ്ങനെ അത് വാങ്ങിച്ച് അത് മുറിച്ച് ആ ചടങ്ങ് ഞങ്ങളങ്ങ് പൂർത്തീകരിച്ചു. ഇതാണ് കോഫി ഹണി ഹൈവ് കേക്ക് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ കുട്ടുവിൻ്റെ ആ ഈവനിങ്ങിൽ 19th ഈവനിങ് കുട്ടുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഫ്രണ്ട്സ് പാർട്ടി ഞങ്ങൾ വീട്ടിൽ സംഘടിപ്പിച്ചു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ വീടൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു കുറച്ച് ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ച് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. അപ്പോൾ അവനും അതൊരു സന്തോഷമാണ്. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന അവന് വലിയ സന്തോഷമാണ്. അതൊക്കെയാണ് അവരുടെ വലിയൊരു ആഘോഷവും സന്തോഷവും. എല്ലാവരെയും വിളിക്കുക, കേക്ക് കട്ട് ചെയ്യുക, എല്ലാവരോടും ഇങ്ങനെ അവർ കുറച്ച് ടോയ്സൊക്കെ കിട്ടും, അതൊക്കെ ഇങ്ങനെ കാണുക, എല്ലാവരെയും കാണിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. അങ്ങനെ ഞങ്ങളുടെ കസിൻസ് ഗ്രൂപ്പാണ് ആദ്യം എത്തിയത്. ഇതെൻ്റെ പപ്പായുടെ ചേട്ടന്മാരുടെ മക്കളാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും എത്തി. അവരിങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം അവൻ്റെ അപ്പുറം, ഞങ്ങളുടെ അപ്പുറമുള്ള നെയ്ബേഴ്സിൻ്റെ ഫ്രണ്ട്സുകളാണ് ഇതെല്ലാം. ഇവരെല്ലാം ഒരു ബിൽഡിങ്ങിൽ ഇവരൊന്നിച്ച് കളിക്കുന്ന ഫ്രണ്ട്സാണ് ഇതെല്ലാം. അങ്ങനെ അവരെല്ലാവരും കൂടെ യോയോ ഒക്കെ പാടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ കേക്ക് വന്നു. ഇപ്രാവശ്യം അവൻ പറഞ്ഞിരുന്ന കേക്കാണ് PS5 കേക്ക്. അങ്ങനെ PS5 കേക്കൊക്കെ വാങ്ങിച്ച് അത് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആവുകയാണ്. പിള്ളേരുടെയൊക്കെ ക്ഷമ കെട്ടു. അങ്ങനെ ഞങ്ങൾ അവൻ്റെ കേക്ക് കട്ട് ചെയ്തു. 9th ബർത്ത്ഡേ കേക്ക്, PS5 കേക്കൊക്കെ കട്ട് ചെയ്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വായി വെച്ചു. അങ്ങനെ അവന് ഹാപ്പി, പിള്ളേർ ഹാപ്പി, എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മാളുമൊക്കെ കണ്ടോ, അന്നക്കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ അത് തൊട്ട് അതെങ്ങനെയെങ്കിലും വലിച്ചു വാരാം എന്നുള്ള ശ്രമത്തിലാണ് അന്നക്കുട്ടി ഇരിക്കുന്നത്. ആ കത്തിയൊക്കെ എടുത്ത് വായി വയ്ക്കുന്നുണ്ട്. അവരങ്ങനെ എൻജോയ് ചെയ്ത് പിള്ളേരെല്ലാം കൂടി ഇപ്പോൾ ക്ഷമ കെട്ട് ഞങ്ങൾക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചെല്ലാവരും ഇരിപ്പുണ്ട്. അങ്ങനെ അവരും എൻജോയ് ചെയ്യുന്നു. ഞാനത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയാണ്. എല്ലാവരും ഫോട്ടോ എടുപ്പും വീഡിയോയും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുകയാണ്.
കൂട്ടത്തിൽ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ കേക്ക് അങ്ങ് കൊടുത്തു. എന്നും ഇതാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതുമായി. ഇതാണ് ഞാൻ പിള്ളേർക്ക് വേണ്ടി ഒരുക്കിയ ഫുഡ്. നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും പാസ്തയും എല്ലാം ഉണ്ടാക്കി പിള്ളേർ ഹാപ്പി. അങ്ങനെ ഇത് ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അവരതെല്ലാം കഴിച്ച് പിള്ളേരത് കഴിക്കുന്നു. കുറേ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുട്ടൂസ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം കൂട്ടത്തിൽ നല്ല ഗമയായിട്ട് അവരിയ്ക്കുകയാണ്. ഓരോ ദിവസവും കണ്ടോ എല്ലാവരും കുഞ്ഞു 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 പിള്ളേർ കണ്ടോ, ഞങ്ങളുടെ ട്വിൻസും അന്നക്കുട്ടി സംഘവും എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ജേടൻകുട്ടനും ജുവാൻകുട്ടനെയും കണ്ടോ. അങ്ങനെ എല്ലാവരും കൂടെ കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു ബർത്ത്ഡേയും ഒരു 10th വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. പിന്നെ എപ്പോഴത്തേയും പോലെ ഡെപ്പാങ്കുത്ത്. ഇതാണ് നമ്മളുടെ ഡെപ്പാങ്കുത്ത് പരിപാടി ഇല്ലാതെ എന്താഘോഷം. ഒരു പാട്ടിടുന്നു, എല്ലാവരും ചുമ്മാ കിടന്ന് തുള്ളുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. അങ്ങനെ നല്ലൊരു ദിവസം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. 19th മെയ് 19th ആയിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി. ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടായ മോനാണ് ഞങ്ങളുടെ കുട്ടൂസ്. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേയും ഞങ്ങൾ ആഘോഷിച്ചു. എല്ലാത്തിനും ദൈവത്തിനോടും നന്ദി പറയുന്നു. ഞങ്ങൾക്കിങ്ങനൊരു ആഘോഷവും എല്ലാം ചെയ്യുവാനും സാധിച്ചതിനും വന്നുകൂടിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു.